ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള എയർ കൂളർ പറഞ്ഞു വരുന്നത് 80 വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള ക്രോംപ്ടൺ എന്ന കമ്പനിയെ പറ്റിയാണ്, അവരുടെ എയർ കൂളറിനെ പറ്റിയാണ്. ഇതാണ് നമ്മുടെ എയർ കൂളർ വരുന്നത്. എല്ലാ എയർ കൂളർ പോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നേക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, നല്ല സ്ട്രോങ് ആണ്. 93 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വന്നേക്കണത്, 40 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി വന്നേക്കണത്. ജഡായി PAC 35 എന്നാണ് മോഡൽ വരുന്നത്. ജഡായി എന്നാണ് മോഡൽ. PAC കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ കൂളർ. 3 ടൈപ്പ് കൂളറുകളാണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പേഴ്സണൽ കൂളർ, ടവർ കൂളർ, ഡെസേർട്ട് കൂളർ. അതിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ് പേഴ്സണൽ കൂളർ. ഈ ഒരു മോഡൽ വന്നേക്കണത് 35 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. ഇതിൽ വെള്ളത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 35 ലിറ്ററാണ്. നമുക്ക് ഇതിൻ്റെ തന്നെ 16 ലിറ്റർ, 22 ലിറ്ററിൻ്റെയൊക്കെ മോഡൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ പ്രൈസിങ് അനുസരിച്ച്, നമ്മുടെ ആവശ്യം അനുസരിച്ച്, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ മോഡൽ സെലക്ട് ചെയ്യുക. 1 ഇയർ ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ കവറായിട്ടുള്ള വാറണ്ടി എന്ന് പറയുന്നത്. വാറണ്ടി കാർഡും ബുക്ക്ലെറ്റും നമുക്ക് ബോക്സിൽ കിട്ടും. ഒരു എയർ കൂളറിൻ്റെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ നമ്മൾ എയർ കൂളറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം പമ്പ് മോട്ടർ വഴി വലിച്ചെടുത്തിട്ട് ബാക്കിലുള്ള ആ ഹണികോം നനച്ചു കൊടുക്കണം. നനഞ്ഞിരിക്കുന്ന ആ ഹണികോമിലൂടെ നമ്മുടെ റൂമിലെ ചൂട് വായു കടന്നു പോകുമ്പോൾ ആ ചൂടിൻ്റെ കാഠിന്യം ഒന്ന് കുറയണ്. നമുക്ക് ആ കാറ്റടിക്കുന്ന ഏരിയയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാകും. ഫ്രിഡ്ജിൽ വെച്ച വെള്ളം, നല്ല തണുപ്പിച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് തണുപ്പ് എന്നുള്ളൊരു രീതിയിൽ, നല്ല കൂളിംഗ് എന്ന രീതിയിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്കൊരു എയർ കൂളറിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് വാങ്ങാനായിട്ട്, ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. ഇനി കൂളറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എയർ കൂളർ കാണാനായിട്ട് സാധിക്കുന്നത്. പേഴ്സണൽ കൂളറാണ്, അതുകൊണ്ട് തന്നെ വളരെ ഒതുങ്ങിയ ഒരു മോഡലാണ്. നമ്മുടെ വീടുകളിൽ ഉപയോഗത്തിന്, നമ്മുടെ റൂമിലൊക്കെ വെക്കാനായിട്ട് പറ്റിയ ഒരു മോഡലാണ്. ഏറ്റവും മേളിലായിട്ട് നമുക്ക് ഐസ് ക്യൂബും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഐസ് ചേമ്പറിൻ്റെ ഭാഗം കാണാനായിട്ട് സാധിക്കും. നമുക്കിതിൽ ഏത് തരത്തിലുള്ള വെള്ളവും നമുക്കിതിൽ ഉപയോഗിക്കാനായിട്ട്, ഹാർഡ് വാട്ടർ ആണെങ്കിലും നോർമൽ വാട്ടർ ആണെങ്കിലും, ഇപ്പോൾ ഉപ്പുവെള്ളമൊക്കെ ഇല്ലേ, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഫിൽട്രേഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ജാമിങ് കുറവായിരിക്കും. എവർലാസ്റ്റിംഗ് പമ്പാണ് ഇതിൽ യൂസ് ചെയ്യണത്. പിന്നെ ഇത്തരത്തിൽ മേളിലായതുകൊണ്ട് തന്നെ ഐസ് ക്യൂബും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ആ ഒരു ചേമ്പർ മേളിലായതുകൊണ്ട് തന്നെ ഈ വെള്ളമൊക്കെ ഈ ഒരു ഹണികോം ടച്ച് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് അത് കുതിർന്നിട്ടാണ് ടാങ്കിലേക്ക് പോണത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ആ ഒരു കൂളിംഗ് എഫക്റ്റ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്കത് കിട്ടും. ഒരു എയർ കൂളറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇതിൽ കംപ്ലൈൻറ്റ് വരുന്നത് ഇതിൻ്റെ പമ്പ് മോട്ടറാണ്. വെള്ളം ഒഴിക്കാണ്ട് പമ്പ് ഫംഗ്ഷൻ ഇട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ പമ്പ് മോട്ടർ കംപ്ലൈൻ്റ് ആയി പോണത്. എന്നാൽ നമുക്ക് ഈ ഒരു മോഡലിൽ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ മോട്ടറിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ഉപയോഗിച്ചാലും, അങ്ങനെ ഉപയോഗിക്കാനല്ല പറയണത്, അബദ്ധശ അങ്ങനെ ഉപയോഗിച്ചാൽ പോലും ഇതിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയി, ആ പമ്പ് മോട്ടർ കംപ്ലൈൻ്റ് ആയി പോകൂല. നമ്മൾ ഒഴിക്കണ വെള്ളത്തിൻ്റെ അളവ് നമുക്കിവിടെ താഴെ നോക്കിയാൽ ഇവിടെ അറിയാനായിട്ട് സാധിക്കും. എന്തോരം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വെള്ളം കുറവാണോ എന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. 35 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇനി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ 2 സൈഡും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കൈ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂളർ വളരെ എളുപ്പത്തിൽ പൊക്കിയെടുക്കാനായിട്ട്, അതുപോലെ തന്നെ നീക്കി വെക്കാനൊക്കെ ആയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സൈഡിലായിട്ട് തന്നെ നമുക്ക് ആ ഒരു പ്ലഗിൻ്റെ ആ ഒരു കേബിൾ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ആ ഒരു പ്ലഗ് കാണാനായിട്ട് സാധിക്കും. 3 പ്ലഗ് ആണ് കൊടുത്തേക്കണത്. ബാക്കിലായിട്ട് ഹണികോമ്പിൻ്റെ ആ ഒരു ഭാഗം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹണികോമ്പാണ് ഇതിൽ യൂസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ആയിരിക്കും, നല്ല കൂളിംഗ് കിട്ടും. പുറത്ത് ഇത്തരത്തിൽ നെറ്റ് കൊടുത്തിട്ടുണ്ട്. പാറ്റയും പ്രാണികളും കൊതുകുകളൊന്നും ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഹണികോം വഴി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നെറ്റ് കൊടുത്തേക്കണത്. പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് നന്നായിട്ട് പൊടി പിടിക്കും. നിങ്ങൾ AC-യുടെ ഇൻഡോറിൻ്റെ അകത്തുള്ള ആ ഒരു ഫിൽറ്ററിൽ പൊടി പിടിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും പൊടി പിടിക്കും. ഇതില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഹണികോമിലായിരിക്കും പൊടി പിടിക്കണത്. അപ്പോൾ അത് ക്ലീൻ ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് ഈ ഒരു ഫിൽറ്റർ ഉള്ളതുകൊണ്ട്, ഇത് നെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഊരി വാഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ടാൽ മതി. 4 വീലുകൾ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ബോക്സിൽ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഈ ഒരു വീലുകൾ വരുന്നത്. അത് ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂളറിന് ഹൈറ്റ് കിട്ടും. നമുക്ക് നീക്കി വെക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഡ്രൈനേജ് പ്ലഗ് വരുന്നുണ്ട്.
നമുക്ക് ആ ഒരു പ്ലഗ് ഊരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റബ്ബറിൻ്റെ ബുഷാണ്, നമുക്കത് ഊരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടാങ്കിലെ വെള്ളം കളയാനായിട്ട് ആ ടാങ്ക് ക്ലീൻ ആക്കാനൊക്കെ ആയിട്ടാണ് ആ ഡ്രൈനേജ് പ്ലഗ് കൊടുത്തേക്കണത്. കൂളിംഗ് വിൻഡോൻ്റെ ഭാഗം വരുന്നതാണ്. നമുക്കിവിടെ മാനുവലായിട്ട് നമുക്കിത് മേളിലേക്കും താഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോവർ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മോഡലിൽ ബ്ലോവറാണ് കൊടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം നമുക്ക് കാറ്റ് കിട്ടും, കുറച്ചുകൂടി പവറായിരിക്കും ആ ഒരു കാറ്റിന്. നമ്മുടെ വീട്ടിലെ ഹോം ഇൻവെർട്ടറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എയർ കൂളർ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 130 വാട്ട്സ് മാത്രമേ നമുക്കിതിന് പവർ വരുന്നുള്ളൂ. നമുക്കിതിൻ്റെ മോട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എയർ കൂളർ നമ്മൾ കൂടുതൽ നേരം ഉപയോഗിച്ചാലും കറണ്ടിലുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻ ഒന്നും തന്നെ ഈ ഒരു എയർ കൂളറിന് ബാധിക്കില്ല. 120 സ്ക്വയർ ഫീറ്റ് വരെയുള്ള റൂമുകളിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 2 നോബുകളാണ് നമുക്ക് ഈ ഒരു മോഡലിൽ കൊടുത്തേക്കണത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ 2 നോബുകൾ നമുക്ക് ഇതിൽ കൊടുത്തേക്കണത്. ഫസ്റ്റത്തെ നോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻ സ്പീഡ് എന്ന് പറയുന്ന നോബാണ്. നമുക്ക് 3 സ്പീഡുകളാണ് ഇതിൽ വന്നേക്കണത്. ഫാൻ സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു എയർ കൂളറിൻ്റെ ബ്ലോവർ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട്, ആ ഒരു ബ്ലോവർ എന്തോരം സ്പീഡിൽ കറങ്ങണം എന്നത് കൺട്രോൾ ചെയ്യാനായിട്ട്, അത് ഹൈ വേണോ മീഡിയം വേണോ ലോ വേണോ ഈ രീതിയിൽ എത്ര സ്പീഡിൽ കറങ്ങണം എന്നതോട് കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫാൻ സ്പീഡ് എന്ന് പറയുന്ന ഈ ഒരു നോബ് കൊടുത്തേക്കണത്. നമുക്ക് ഈ ഒരു ഫാൻ സ്പീഡ് എന്ന് പറയുന്ന നോബ് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹൈ എന്ന് പറയുന്ന സ്പീഡിലായിരിക്കും. അപ്പോൾ ഇതിൽ ശരിക്കും ഈ ഒരു ഫാൻ ഈ ഒരു ബ്ലോവർ മാത്രമായിരിക്കും വർക്ക് ചെയ്യണത്. വേറെ ഇതിൻ്റെ പമ്പ് മോട്ടറോ ആ വെള്ളത്തിൻ്റെയോ ഹണിക്കോമ്പോ ഒന്നും നമുക്കിതിൽ വർക്കാവില്ല. ഈ ഫസ്റ്റത്തെ നോബ് നമ്മൾ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്പീഡിലേക്ക് ഇടണമെങ്കിൽ ബ്ലോവർ മാത്രമായിരിക്കും വർക്ക് ചെയ്യണത്. വേറെ ഒന്നും ആ ഒരു പമ്പ് മോട്ടറോ ഒന്നും തന്നെ അതിൽ വർക്കാവണില്ല. ഒരു ടവർ ഫാൻ എങ്ങനെയാണോ പ്രവർത്തിക്കണത് ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ആ സമയത്ത് ഇത് പ്രവർത്തിക്കണത്. ഇപ്പം ഞാനൊരു എയർ കൂളർ വാങ്ങിച്ചു, അതിൽ വെള്ളം ഒഴിച്ചും ഉപയോഗിക്കുക, ഇനി വെള്ളം ഒഴിക്കാണ്ട് ഉപയോഗിക്കുക, അതാണ് പറഞ്ഞു വന്നത്. ഇപ്പം എനിക്ക് അതിൽ വെള്ളം വേണ്ട, എനിക്കതിൽ ഈ വെള്ളത്തിൻ്റെ അത് താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ആ വെള്ളത്തിൻ്റെ ആ ഒരു തണുപ്പ് എനിക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു ഫാൻ സ്പീഡ് മാത്രം ഉപയോഗിച്ചിട്ട് ആ ബ്ലോവർ മാത്രം പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കാറ്റ് മാത്രമായിട്ട് ഒരു ടവർ ഫാൻ എങ്ങനെയാണോ പ്രവർത്തിക്കണത് ആ ഒരു സെയിം രീതിയിൽ നമുക്ക് ഈ ഒരു എയർ കൂളർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ നോബ് വരുന്നതാണ് ഫങ്ഷൻ നോബ്. 3 ഫങ്ഷനുകളാണ് ആ ഒരു നോബിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കണത്. ഫസ്റ്റത്തെ പമ്പ് എന്നുള്ള ഫങ്ഷനാണ്. നമുക്ക് ഈ ഒരു കൂളറിൻ്റെ ഈ ഒരു എയർ കൂളറിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു പമ്പ് മോട്ടറും കൂടി ഈ ഒരു പമ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇടുകയാണെങ്കിൽ അത് പ്രവർത്തിച്ച് തുടങ്ങും. ആ ഒരു ഫംഗ്ഷൻ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിലുള്ള ആ ഒരു വെള്ളം പമ്പ് മോട്ടർ ഉപയോഗിച്ച് വലിച്ചിട്ട് ആ ഒരു ബാക്കിലുള്ള ഹണിക്കോം പയ്യെ നനച്ചു കൊടുക്കും. നനഞ്ഞിരിക്കുന്ന ഹണിക്കോമിലൂടെ നമ്മുടെ റൂമിലെ ചൂട് വായു കടന്നു പോകുമ്പോൾ ആ ഒരു ഒന്ന് കൂളിംഗ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഒരു എയർ കൂളറിൻ്റെ പ്രവർത്തനം. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഇതും കൂടി വേണമെന്നുണ്ടെങ്കിൽ, ആ വെള്ളത്തിൻ്റെ എഫക്റ്റ് കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ആ ഒരു തണുപ്പ് കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, കാറ്റ് മാത്രം പോരാ പ്ലസ് ആ ഒരു വെള്ളത്തിൻ്റെ തണുപ്പും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പമ്പ് മോട്ടർ പ്രവർത്തിക്കണം, ഹണിക്കോം പ്രവർത്തിക്കണം. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പമ്പ് എന്നുള്ള ഒരു രണ്ടാമത്തെ നോബിൽ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ കൊടുക്കണം. രണ്ടാമത്തത് പമ്പ് പ്ലസ് സ്വിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പമ്പ് ഫംഗ്ഷനും പ്ലസ് സ്വിങ് ചെയ്യുകയും കൂടി ചെയ്യും. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വിങ് ചെയ്യണത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ തണുപ്പ് ആ ഒരു പമ്പ് മോട്ടറിൻ്റെ ഓപ്ഷനും വേണം, പ്ലസ് നമ്മുടെ റൂമിൽ എല്ലായിടത്തേക്കും കാറ്റ് കിട്ടുന്ന രീതിയിൽ അത് സ്വിങ് ചെയ്യുകയും കൂടി ചെയ്യുന്നതിനാണ് നമ്മൾ പമ്പ് പ്ലസ് സ്വിങ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു മോഡൽ 4-വേ എയർ ഡിഫ്ലക്ഷൻ വരുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നതാണ് സ്വിങ്. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് സ്വിങ് മാത്രമായിരിക്കും നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പമ്പ് മോട്ടർ വർക്ക് ചെയ്യില്ല. വെള്ളത്തിൻ്റെ സംഭവം ആ ഒരു ഹണിക്കോമ്പ് വെള്ളം ആ ഒരു സംഭവം ഒന്നും ഇതിൽ വർക്കാവണില്ല. സ്വിങ് മാത്രമായിരിക്കും ചെയ്യണത്. ഫസ്റ്റത്തെ നോബിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ടവർ ഫാൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും പ്രവർത്തിക്കണതെന്ന് ഫസ്റ്റത്തെ ആ ഒരു ഓപ്ഷനിൽ ആ ഒരു സെയിം സംഭവം തന്നെയായിരിക്കും ഈ രണ്ടാമത്തെ നോബിൽ മൂന്നാമത്തെ ഫംഗ്ഷനിൽ നടക്കുന്നത്. സ്വിങ് മാത്രമായിട്ട് എന്ന് വെച്ചാൽ ടവർ ഫാനായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്, പ്ലസ് സ്വിങ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്വിങ് ചെയ്യണത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ റൂമിൽ എല്ലായിടത്തേക്കും കാറ്റ് കിട്ടും. ആ വെള്ളത്തിൻ്റെ കൂളിങ്ങിൻ്റെ സംഭവം ഉണ്ടാവില്ല, നമുക്ക് ആ ഒരു സ്വിങ് ചെയ്ത് ആ ഒരു കാറ്റ് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മോഡലിനെ പറ്റി പറയാനായിട്ടുള്ളത്.
സ്മാർട്ടായിട്ടുള്ള മോഡലിന് ഈ ഒരു മോഡലിനെ വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മോട്ടറിന് ഓവർലോഡ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ഇതിൻ്റെ പമ്പ് മോട്ടറിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എവർലാസ്റ്റിംഗ് പമ്പാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഏത് തരത്തിലുള്ള വെള്ളവും ഇപ്പോൾ നമുക്ക് ഹാർഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിലും നോർമൽ വാട്ടർ ആണെങ്കിലും നമുക്കിതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫിൽട്രേഷൻ വരുന്നുണ്ട്, ജാമിങ് കുറവായിരിക്കും. 130 വാട്ട്സ് മാത്രമേ ഇതിൻ്റെ മോട്ടറിന് പവർ വരുന്നുള്ളൂ. നമ്മുടെ വീട്ടിലെ ഹോം ഇൻവെർട്ടറിൽ നമുക്കിത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മോസ്കിറ്റോ നെറ്റ് നമുക്കിതിൻ്റെ ബാക്കിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഏത് മോഡൽ കൂളറിലും ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു മോഡലിലും കാണാനായിട്ട് സാധിക്കും. ഓഫ്ലൈനിലും ഓൺലൈനിലും നിങ്ങൾക്ക് ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പുതിയൊരു എയർ കൂളർ വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ ഒരു മോഡലും കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക.